ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്രൈവർ തസ്തികയിലേക്ക് വേണ്ടി നടത്തിയിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുടെ അവലോകനമാണ്. അപ്പോൾ വരുന്ന നാളുകളിൽ ഏകദേശം 6ഓളം തസ്തികകളിൽ ഡ്രൈവർ എക്സാം വിളിച്ചിട്ടുണ്ട്. എക്സാം ഉടൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി PSCയുടെ മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഉയർന്ന റാങ്ക് മേടിക്കാൻ സഹായിക്കുന്നത്. ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ തനി ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ LDV ഡ്രൈവർ തസ്തികയിലേക്ക് വേണ്ടി ചോദിച്ച 50 ട്രേഡ് ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് നോക്കുമ്പോൾ 50 GKയും 50 ട്രേഡുമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ പഠിക്കാം. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ ഒരുപാട് സഹായിക്കും. 2010 മുതലുള്ള ചോദ്യങ്ങൾ ഒന്ന് കളക്ട് ചെയ്ത് പഠിക്കുക. അതിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാം തനി ആവർത്തനമുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 50 ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യ ചോദ്യം, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓപ്ഷൻ എ, ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇന്ത്യയുടെ ക്യാപിറ്റലിൽ തന്നെയാണ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ യൂണിഫോം ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണ് ചോദ്യം. ഓപ്ഷൻ ഡി, സെയിൽസ് ടാക്സ് ഓഫീസർ. ഓപ്ഷൻ ബി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, എന്നാൽ ഓർക്കുക, സെയിൽസ് ടാക്സ് ഓഫീസറിനാണ് യൂണിഫോം ഇല്ലാത്ത വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരം ഉള്ളത്. അടുത്ത ചോദ്യം, ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് കാലാവധി എത്രയാണ്? ഓപ്ഷൻ സി, 5 വർഷം. കെട്ടിവലിക്കുന്നതും വലിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾ തമ്മിൽ പാലിക്കേണ്ട പരമാവധി അകലം? ഓപ്ഷൻ ഡി, 5 മീറ്റർ. അടുത്ത ചോദ്യം, നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ റോഡ് ടാക്സ് ഈടാക്കുന്നത് ഡാഷ് അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, നോൺ ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, പർച്ചേസ് വാല്യൂ. അത് ജസ്റ്റ് ലോജിക്കൊന്ന് എടുത്താലും മതി. കാരണം ഒരു BMW കാറിന് 40 ലക്ഷം രൂപ വില വരുമ്പോൾ ഒരു മാരുതി കാറിന് 10 ലക്ഷം രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ 10 ലക്ഷത്തിനും 40 ലക്ഷത്തിനും എന്തായാലും എൻജിൻ കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിനും ഒരേ വാല്യൂ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. എന്നാൽ നമുക്കറിയാം BMWനൊക്കെ ഉയർന്ന ടാക്സ് ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി, പർച്ചേസ് വാല്യൂ. അടുത്ത ചോദ്യം, ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡാണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിൻ്റെ വക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്? PSC കൊടുത്ത ആൻസർ പച്ചയാണ്. എന്നാൽ ഇവിടെ ഏത് ഹൈവേ ആണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നാഷണൽ ഹൈവേ ആണോ സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ അതിൻ്റെ ആൻസർ പച്ചയാണ്. ഇനി നാഷണൽ ഹൈവേ ആണെങ്കിൽ അതിൻ്റെ നിറം മഞ്ഞയാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം നേരത്തെ PSCയുടെ ആൻസർ 5 ആയിരുന്നു, ഇപ്പം 4 ആക്കിയിട്ടുണ്ട്. അതായത് ലെഫ്റ്റിലേക്ക് പോകുന്നതും ഓവർടേക്കിങ്ങും അത് രണ്ടിനും കൂടെ 1 ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ്, അപ്പോൾ മൊത്തം സിഗ്നലുകളുടെ എണ്ണം 4ആണ്. ലെഫ്റ്റ് അല്ലെങ്കിൽ ഓവർടേക്കിംഗ് 1, 2 റൈറ്റ് ടേൺ, 3 സ്ലോ, 4 സ്റ്റോപ്പ്. ഈ 4 സിഗ്നലുകളാണ് കൈകൊണ്ട് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വാഹനത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട പ്രമാണം? ഓപ്ഷൻ എ, ലോഗ് ബുക്ക്. ടെയിൽ ഗേറ്റിംഗ് എന്നാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി, സുരക്ഷിത അകലം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ്. 4 വരി പാതയിൽ മോട്ടോർ കാറിന് അനുവദിച്ച പരമാവധി വേഗത ഓപ്ഷൻ ഡി ആണ്, 90 km/h. ഹെവി മോട്ടോർ വാഹനം എന്നാൽ എന്ത്? ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. അത് 12,000-നേക്കാളും കൂടുതൽ, 12,000 കിലോഗ്രാമിനേക്കാളും കൂടുതലാണ് അതിൻ്റെ GVW, ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തിരിക്കുക. IRDA എന്താണ്? ഓപ്ഷൻ ഡി, ഇൻഷുറൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇൻഷുറൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അടുത്ത ചോദ്യം, ആധുനിക മോട്ടോർ വാഹന എഞ്ചിനുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഇലക്ട്രോണിക് ഭാഗമാണ് ECU അഥവാ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. എയർ ബിലോ ഏത് വാഹന സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ സി, സസ്പെൻഷൻ. എയർ സസ്പെൻഷനിൽ വരുന്ന ഭാഗം. ഡബിൾ ഡി ക്ലച്ചിങ് ഉപയോഗിക്കുന്നത് ഏത് ഗിയർ ബോക്സിലാണ്? ഓപ്ഷൻ ബി, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ്. അപ്പോൾ നമ്മൾ ഈ വലിയ ഭാരം കൊണ്ടുപോകുന്ന ടാറ്റ ലോറികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ നമ്മളത് റോഡിലൂടെ പോകുമ്പോൾ അത്
അപ്പോൾ അങ്ങനെ 2 സൗണ്ട് ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് സംഭവം എന്താണ്, ആ വാഹനങ്ങളിലെല്ലാം കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമാണ് അത് ക്ലച്ച് പെഡൽ അമർത്തേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ അതങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കിയുള്ള ഗിയർ ബോക്സ് പേര് കേൾക്കുമ്പോൾ നമുക്ക് വ്യത്യാസം തിരിഞ്ഞു പോകും. അത് മാറാണ്ടിരിക്കാൻ ഈ ഉയർന്ന ഭാരം കൊണ്ടുപോകുന്ന ലോറികളെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ അതിലാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ് ആണ് ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറിയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. 1942 ഇത് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ ലഘു നിയന്ത്രണ ഉപാധികളിൽ പെടാത്തത്? ഓപ്ഷൻ എ ഹാൻഡ് ബ്രേക്ക്. വാഹനങ്ങളിൽ ഹോണിന് അനുവദനീയമായ ശബ്ദപരിധി? ഓപ്ഷൻ ഡി 105 ഡെസിബൽ. ചരക്ക് വാഹനങ്ങളിൽ പുറകിലേക്ക് തള്ളി നിൽക്കാവുന്ന ചരക്കിൻ്റെ പരമാവധി നീളം 1 മീറ്റർ, എന്നാൽ വശത്തോട്ട് തള്ളി നിൽക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 113 എന്തുമായി ബന്ധപ്പെട്ടാകുന്നു? ഓപ്ഷൻ ബി അമിത ഭാരം. അപ്പോൾ ഓർത്തിരിക്കുക, 112 അമിത വേഗതയും തൊട്ടടുത്ത് 113 അമിത ഭാരത്തെയും സൂചിപ്പിക്കുന്നു. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കൽ 185 വിഭാഗത്തിൽ പെടുന്നു. അടുത്ത ചോദ്യം, വാഹനം ഒരു ടണലിൽ പ്രവേശിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യുക. അപ്പോൾ വാഹനം ഒരു ടണലിൽ പ്രവേശിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിപ്പാണ് ചെയ്യേണ്ടത്. റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ്? ഓപ്ഷൻ ബി തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ജംഗ്ഷനിൽ ഏത് വാഹനങ്ങൾക്കാണ് മുൻഗണന? വലത് വശത്തു നിന്ന് വരുന്ന വാഹനം. അപ്പോൾ ഡ്രൈവറിൻ്റെ സൈഡ്, ആ വശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഭിന്നശേഷി ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന വാഹനം ഇൻവാലിഡ് കാരിയേജ്. വാഹനത്തിൽ എത്ര ആളുകൾക്ക് യാത്ര ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന രേഖ? പി സിയുടെ ആൻസർ പ്രകാരം ഓപ്ഷൻ എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. മോട്ടോർ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഡൈനാമോ ഏത് ഗണത്തിൽപ്പെടുന്നു? DC ജനറേറ്റർ. അപ്പോൾ ഡൈനാമോ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഡിവൈസാണ്, അത് DC ജനറേറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എൻജിൻ പവറുമായി ബന്ധപ്പെട്ട് HP എന്തിനെ സൂചിപ്പിക്കുന്നു? ഹോഴ്സ് പവർ. HP എത്രയാണ്? ഹോഴ്സ് പവർ. റേഡിയേറ്റർ സാധാരണയായി നിർമ്മിക്കുന്നത്? PSCയുടെ ആൻസർ കോപ്പറാണ്. എന്നാൽ ബ്രോൺസും കാസ്റ്റേണും വെള്ളി ഒഴിച്ച് ഇവ 3 ഉപയോഗിച്ച് ആണ് റേഡിയേറ്റർ നിർമ്മിക്കുന്നത്. അപ്പോൾ PSCയുടെ ആൻസർ കോപ്പർ. പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി പിൻ ചക്രങ്ങളിൽ. അപകടകരമായ ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി? 1 വർഷം. ടാക്കോമീറ്റർ എന്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു? ഓപ്ഷൻ സി എൻജിൻ RPM. എൻജിൻ്റെ റൊട്ടേഷൻ സ്പീഡാണ്, അത് അളക്കാനാണ് ആ ലേസർ പോലത്തെ ടാക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. എൻജിൻ ഓയിലിൻ്റെ അളവ് നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിപ്സ്റ്റിക്ക്. പെട്രോൾ ഡീസൽ വണ്ടികളിൽ പൊതുവായില്ലാത്ത ഭാഗം? ഓപ്ഷൻ എ എയർ ക്ലീനർ 2-ലുമുണ്ട്, കണക്റ്റിംഗ് റോഡ് 2-ലുമുണ്ട്, കംപ്രഷൻ റിംഗ് 2-ലുമുണ്ട്. ഓപ്ഷൻ ഡി സ്പാർക്ക് പ്ലഗ്. സ്പാർക്ക് പ്ലഗ് പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി ഹൈഡ്രോമീറ്റർ. ഇനി ഓപ്ഷനിൽ ഹൈഗ്രോമീറ്ററും തരാം, അത് ഹ്യൂമിഡിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഹൈഡ്രോമീറ്റർ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്നു. ഭാരതത്തിൽ ഇപ്പോൾ നിലവിലുള്ള മലിനീകരണ മാനദണ്ഡം? ഓപ്ഷൻ ഡി BS6. മോട്ടോർ സൈക്കിളിൽ ഉപയോഗിക്കുന്നത് ഏതുതരം ക്ലച്ചാണ്? മൾട്ടിപ്ലേറ്റ് ക്ലച്ച്. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈനുകൾ ഏത് ആകൃതിയിലാണ്? വൃത്താകൃതിയിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എയർ കൂൾഡ് എൻജിൻ സാധാരണയായി ഉപയോഗിക്കുന്നത് സ്കൂട്ടറിൽ. ടയറും റോഡും തമ്മിലുള്ള എന്ത് ബന്ധമാണ് വാഹനങ്ങൾ ചലിക്കാൻ കാരണം? ഓപ്ഷൻ സി ഹർഷണം. റൂട്ട് പെർമിറ്റ് നൽകാനുള്ള അധികാരി? റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA. 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചു? ഓപ്ഷൻ എ ദുഗാട്ട് ക്ലർക്ക്. അപ്പോൾ 2 സ്ട്രോക്ക് എൻജിൻ ആരാണ് കണ്ടുപിടിച്ചത്? ദുഗാട്ട് ക്ലർക്ക്. അപ്പോൾ ഇതിങ്ങനെ ഓർത്തിരിക്കും. നമുക്ക് നമ്മുടെ PSC അനുസരിച്ച് LGS ഉണ്ട്, അത് കഴിഞ്ഞാൽ നേരെ ക്ലർക്കാണ് വരുന്നത്, രണ്ടാമത്തെ ആളാണ് ക്ലർക്ക്. അപ്പോൾ 2 ഏതാണ്? 2 സ്ട്രോക്ക് എൻജിൻ ദുഗാട്ട് ക്ലർക്ക് എന്ന് ഓർക്കുക.
എൻജിൻ ടോർക്ക് അളക്കുന്നതിനുള്ള യൂണിറ്റ് ഓപ്ഷൻ എ ന്യൂട്ടൺ മീറ്റർ. 7500 കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങളെ എന്ത് പറയും? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV. മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് റിഫ്ലക്റ്റിൻ്റെ ആകൃതി പാരാബോളിക് ഷേപ്പാണ്. വാഹനത്തിൻ്റെ മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള അകലത്തെ വീൽ ബേസ് എന്നും പറയുന്നു. ഡീസലിൻ്റെ ഗുണനിലവാരം സൂചിപ്പിക്കുന്നു സീറ്റേൻ. ആ ടോണിൽ തന്നെ പഠിക്കുക. ഡീസൽ സീറ്റേൻ. പെട്രോൾ ആണെങ്കിൽ ഒക്ടേൻ എന്നും പഠിക്കുക. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് തെറ്റിക്കരുത്. H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ലെഡ് ആസിഡിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്. 205 ബാർ 55 R16 എന്ന ടയർ സൂചകത്തിൽ R എന്തിനെ സൂചിപ്പിക്കുന്നു? റേഡിയൽ. അപ്പോൾ R എന്താണ്? റേഡിയൽ. അപ്പോൾ ഇങ്ങനെ ഒരു റീഡിങ് തന്നിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 195 ബാർ 55 R16 87 V എന്ന് തന്നിരുന്നാൽ ആ ഓരോ വാല്യൂ എന്താണെന്ന് ഓർക്കാം. ആദ്യം തന്നിട്ടുള്ള വാല്യൂ 195 ടയറിൻ്റെ വീതി വിട്ട്. അപ്പോൾ ആദ്യം ടയറിൻ്റെ വീതി. ഇനി ഹാഷ് കഴിഞ്ഞ് 55 ഉണ്ട്. 55 എന്താണ്? ആസ്പെക്ട് റേഷ്യോ ആണ്. റേഷ്യോ ഹൈറ്റ് ബൈ വിഡ്ത്താണ് ആസ്പെക്ട് റേഷ്യോ. അടുത്ത് 6 റേഡിയലാണ്. തൊട്ടടുത്ത് 6 കഴിഞ്ഞിട്ടുള്ളത് റിമ്മിൻ്റെ ഡയാണ്. അപ്പോൾ 6 കഴിഞ്ഞ് 6 റേഡിയൽ, അത് കഴിഞ്ഞ് റിം ഡയ, അത് കഴിഞ്ഞ് ലോഡ് ഇൻഡെക്സ് ആണ്. ലോഡ് ഇൻഡെക്സ്, അത് കഴിഞ്ഞ് സ്പീഡിൻ്റെ സിംബോളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന തത്വം ഓപ്ഷൻ സി പാസ്കൽ ലോ ആണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് EIB ഏത് തരം വാഹനമാണ്? ഓപ്ഷൻ ബി ട്രാൻസ്പോർട്ട് വാഹനം. അപ്പോൾ അതിന് ട്രാൻസ്പോർട്ട് വാഹനമായ പ്രത്യേകത എന്താണ്? മഞ്ഞ ബോർഡിൽ കറുത്ത ലെറ്ററിൽ എഴുതിയിരിക്കും. നമ്പർ പ്ലേറ്റ് അങ്ങനെ ആയിരിക്കും. മഞ്ഞ ബോർഡിൽ കറുത്ത നമ്പർ. ഇനി പ്രൈവറ്റ് വാഹനമാണെങ്കിൽ വെള്ള ബോർഡിൽ കറുത്ത ലെറ്റർ. ഇലക്ട്രിക് വാഹനമാണെങ്കിൽ പച്ച ബോർഡിൽ വെള്ള ലെറ്റർ. അപ്പോൾ അത് ഇത്രയൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.